ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സദസ്സിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും അങ്ങേക്ക് സ്വാഭാവികമായിട്ടും കേൾക്കേണ്ടി വരിക. അപ്പോൾ ആ ചർച്ചയിലേക്കാണ് ഇനി പോകേണ്ടത്. പത്മനാഭസ്വാമിയുടെ മണ്ണാണ് തിരുവനന്തപുരം. അതുകൊണ്ട് അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ഒരാളിൽ നിന്ന് തന്നെ നമുക്ക് ചർച്ച തുടങ്ങാം എന്ന് തോന്നുന്നു. തിരുവനന്തപുരം പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കഴിഞ്ഞ ഈ നമ്മുടെ പ്രസാദം പ്രോജക്റ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റോഡ്സും ലൈറ്റ്സും ഒക്കെ അമ്പലത്തിന് ചുറ്റിനും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരുന്നു. വരുന്ന ഭക്തർക്ക് തങ്ങാനുള്ള സ്ഥലവും അതുപോലെ തന്നെ അവിടെ ഇപ്പൊ വന്നാൽ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. വളരെ കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് ഈ ഹൈ സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബാരിക്കേഡിനപ്പുറം വണ്ടി വിടുകയില്ല. അതുപോലെ ഒരുപാട് റൂൾസ് ആണ്. രാത്രി തന്നെ ചില സമയത്ത് ആൾക്കാർക്ക് നടക്കാൻ പോലും ചിലപ്പോൾ പറ്റാതെ ഒരു ഫ്രീ മൂവ്മെന്റ് കുറവാണ്. അപ്പൊ നമുക്ക് ഭക്തരുടെ ഫെസിലിറ്റീസ് എങ്ങനെ നമുക്ക് കൂട്ടാം. 3D മ്യൂസിയത്തിന് പ്രപ്പോസൽ ഉണ്ട്. അതിന് സ്ഥലം എങ്ങനെ കിട്ടുന്നുള്ളതാണ് നമ്മുടെ ചിന്ത. തിരുവനന്തപുരത്തിന് ടൂറിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസമിന് എത്ര സാധ്യത ഉള്ള ഒരു നഗരമാണ്. അതിന് ശരിക്കും ടാപ്പ് ചെയ്ത് അതിനെ പ്രോത്സാഹിക്കാൻ കോർപ്പറേഷൻ ആണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. നഗരത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയും കൾച്ചറൽ ആക്ടിവിറ്റിയും ഇക്കണോമിക് പൊട്ടൻഷ്യൽ പ്രോത്സാഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ. ഇക്കണോമിക് ആക്ടിവിറ്റിയും ടൂറിസമും കൾച്ചറൽ ആക്ടിവിറ്റീൻ്റെ പ്രോത്സാഹനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പുഞ്ചക്കരി വെള്ളായണി കായൽ എന്ന് പറയുന്ന കായലുണ്ട്. അത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ്. പക്ഷേ ഇന്ന് അത് വലിയ ശുദ്ധമൊന്നുമല്ല. മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെയും കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അറവുശാലയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ചില പ്രദേശത്തു നിന്ന് വരുന്ന ഈ ടോയ്ലറ്റ് വേസ്റ്റ്, ഇതെല്ലാം ഇതിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നല്ലൊരു മാർഗം ഉണ്ടാക്കി അതിന് ശുദ്ധജലം അതുപോലെ തന്നെ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. നമ്മുടെ തിരുവനന്തപുരം വികസിക്കുന്നതോടൊപ്പം നമ്മുടെ നദികളുടെ കരകൾ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മരുതൻകുഴി ആറ്റിൽ നിന്ന് കൊച്ചാർ എന്ന് പറയുന്ന ഒരാറ് ഈസ്റ്റ് പോർട്ടിലേക്ക് അന്ന് രാജാഭരണം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തതാണത്. കൊച്ചാർ റോഡിനെ ഒന്ന് നവീകരിച്ചെടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് നന്നായിരിക്കും. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊന്ന് ശ്രമിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇതിനെക്കുറിച്ച് ഞാൻ 100% എഗ്രിമെൻറ്റിലാണ്. ഞാൻ ഒരു ഉറപ്പ് തരുന്നു. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ, ഭരിക്കാനൊരു അവസരം കിട്ടിയാൽ, ആദ്യത്തെ 45 ദിവസത്തിൽ ഞങ്ങളൊരു സമഗ്രമായ ഒരു ഡെവലപ്മെൻറ്റ് ബ്ലൂ പ്രിൻറ്റ്, ഇതുപോലെ തന്നെ ഒരു വികസിത തിരുവനന്തപുരം ഡയലോഗ്സ് ഞങ്ങൾ അവതരിപ്പിക്കും, ഡിസ്കസ് ചെയ്യും. ഓരോരോ കാര്യങ്ങൾ 5 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അത് ഞങ്ങളൊരു കോൺട്രാക്ട് വിത്ത് സിറ്റിസൻസ് ഇതുപോലെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് എല്ലാ കൊല്ലം അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ്, എങ്ങനെ പോകുന്നു, ഇത് ചെയ്തോ, കറക്റ്റ് പേസിൽ പോകുന്നുണ്ടോ, കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പ്ലാനിങ് പ്ലസ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങൾ വെക്കുന്ന ഈ വികസന തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാട് കോർ വാല്യൂസ്. അതാണ് എല്ലാ മേഖലയിലുള്ള പ്രഗത്ഭരുടെ ഒരു പാനൽ നമ്മൾ ബാക്കപ്പ് എൻഡായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ നമ്മൾ ആരും തന്നെ കൂടുതലായിട്ട് അതിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഇന്റലക്ച്വൽ ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാവൂ. അത് എത്രമാത്രം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും കൂടെ ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഉണ്ട്. നമ്മുടെ യൂത്ത് പറഞ്ഞതുപോലെ അതാരും തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പ് തന്നെ വളരെ നല്ലൊരു സ്റ്റെപ്പാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി ആര്? ഞങ്ങളും പൊതുസമൂഹത്തിനും സ്റ്റേക്ക് ഹോൾഡേഴ്സും വന്ന് ഒപ്പം ഇരുന്ന് തീരുമാനിക്കുക. 5 കൊല്ലം തിരുവനന്തപുരത്തിൻ്റെ ഭാവി എങ്ങനെ സൃഷ്ടിക്കണം, ഏത് ഡയറക്ഷനിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ഈ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളല്ല തീരുമാനിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഇതേപോലെ ഒരു സെഷൻ 1-2 ദിവസം ഇരുന്ന് 5 കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പൊതുസമൂഹം, ഇവിടെ വന്ന എല്ലാ മേഖലയിൽ നിന്ന് ആൾക്കാർ ഞങ്ങളോട് പറയാം. എന്നിട്ട് അത് ഒരു ബ്ലൂ പ്രിൻ്റ് ആക്കി 5 കൊല്ലം ഞങ്ങൾ അധ്വാനിച്ച് പ്രവർത്തിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യും.
അതൊന്ന്. രണ്ടാമത്തത് ലാസ്റ്റിൽ പറഞ്ഞു ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ. നോക്കൂ, ഞാൻ ഒരു വലിയ ബിലീവറാണ്. ഇവിടെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിൻ്റെ ഒരു ഷോർട്ടേജ് ഇല്ല. ഇവിടുത്തെ കുട്ടികൾ എത്രയോ പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികൾ ഇന്നിപ്പോൾ യൂത്തിന് കണ്ടില്ലേ. അപ്പോൾ ഇൻ്റലക്ച്വൽ ക്യാപിറ്റലിന് ഷോർട്ടേജ് ഇല്ല ഇവിടെ. എന്ത് ക്യാപിറ്റലിന് ഷോർട്ടേജ് ഞാൻ പറഞ്ഞുതരാം. ഒരു എന്താ സാമാന്യ ബുദ്ധി, പോളിറ്റിക്സിലുള്ള ക്യാപിറ്റലിന് ഷോർട്ടേജാണ്. പിന്നെ താല്പര്യമില്ല, വികസനം വേണം എന്ന് താല്പര്യമില്ലാത്തവരാണ് ഭരിക്കുന്നത്. അതാണ് മാറ്റേണ്ടത്, വേറെ ഒന്നും മാറ്റണ്ട. ആ ഒരു ഭരിക്കുന്ന ഒരു രീതിയും ഭരണശൈലിയിലാണ് മാറ്റം കൊണ്ടുവന്നത്. ഒരു അക്കൗണ്ടബിൾ, റെസ്പോൺസിവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഭരണം, അതാണ് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ കോർപ്പറേഷൻ ബിയോണ്ട് ദ ലിമിറ്റ് കാണണം. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. പഴയ കാലത്ത് പരുത്തിപ്പാറയായിരുന്നു ട്രിവാൻഡ്രത്തിന് ഒരു ബോർഡർ, ഉള്ളൂറായിരുന്നു മറ്റൊരു ബോർഡർ, കരമനയായിരുന്നു ഒരു ബോർഡർ. അതുകൊണ്ട് നല്ലതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പഴയ ബോർഡർ അറിയാം. ഇനി അടുത്ത കോർപ്പറേഷൻ ലിമിറ്റ് എത്ര വലുതാകാൻ പോകുന്നു എന്നുള്ളത് ഒരു വിഷൻ കണ്ടുകൊണ്ട് അടുത്തൊരു 20 yearsോ 30 years കൊണ്ട് കോർപ്പറേഷൻ എത്ര വളരും, ഒരു പക്ഷേ നെയ്യാറ്റിൻകര വരെ ബോർഡർ വരെ വരും, അതല്ലെങ്കിൽ കാട്ടാക്കട വരെ എത്തും. അപ്പോൾ ആ ഈസ്റ്റേൺ സൈഡ് കൂടി പരിഗണിക്കണം ഈ വളർച്ചയ്ക്ക് എന്നുകൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ നല്ല ചർച്ചയായിരുന്നു. നിങ്ങളെപ്പോലെ എനിക്കും അതൊരു എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാമായിരുന്നു. പറയാൻ ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷേ ഐ വാണ്ടഡ് ടു ലേൺ മോർ. അതനുസരിച്ചുള്ള ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഒരുപാട് ഇവിടെ ഉണ്ട്, ഒട്ടും കുറവില്ല എന്ന് ഇന്നത്തെ ദിവസം തെളിയിച്ചിരിക്കുക. താങ്ക് യു. ഞാനും കുറെ പഠിച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ എനിക്കും സന്തോഷമുണ്ട്. 2 കാര്യം പറയുന്നു. ഒന്ന്, ഞങ്ങൾ ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ, ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ പറയുന്നത് സമഗ്രമായ വികസന ബ്ലൂ പ്രിൻ്റ്. സമഗ്രമായ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്, കോംപ്രിഹെൻസീവ്, എല്ലാ റീജിയനിലും. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കാഡറും കപ്പാസിറ്റിയും. അത് നോക്കൂ, ഭരിക്കാൻ ഒരു അവസരം. ഇന്ത്യ 2013-14 നമ്മൾ ഇന്ത്യനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഞാനൊരു MP ആയിരുന്നു. അന്നെല്ലാം ഇന്ത്യ എന്താണെന്ന് പുറത്തത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ, ഇതൊരു തകർന്നു കിടക്കുന്ന ഒരു ഡെമോക്രസി, ഡിസ്ഫങ്ഷണൽ ഡെമോക്രസി, കറപ്ഷനെ സർക്കാർ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ, ലോ ഗ്രോത്ത് ആണ്, ഹൈ ഇൻഫ്ലേഷൻ, ഇതാണ് ഇന്ത്യൻ്റെ ഭാവി. അതായിരുന്നു അന്നത്തെ നെറേറ്റീവ്. ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പൊളിറ്റീഷ്യൻസ് എല്ലാവരും കറപ്റ്റാണ്, അതായിരുന്നു നെറേറ്റീവ്. ഞാനെല്ലാം സിംഗപ്പൂരിലെല്ലാം സെമിനാർ പോകുമ്പോൾ എന്നോട് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ആൾ പറയുന്നു, ഡെമോക്രസീസ് വിൽ നെവർ സക്സീഡ്. കാരണം നിങ്ങൾ ഇന്ത്യ കേസ് നോക്കൂ, എന്താണ് നിങ്ങളുടെ സ്ഥിതി. ഞങ്ങൾ നോക്കൂ, ചൈനയാണ് അതോറിറ്റേറ്റീവ് ഗവൺമെൻറ് ആണ്, ഞങ്ങളിങ്ങനെ ഗ്രോ ചെയ്യുന്നു. പക്ഷേ അതേ ഇന്ത്യയല്ലേ 14 മുതൽ ഇന്ന് വരെ ഒരു കുതിച്ചുചാട്ടം, 8.2% ഗ്രോത്ത്, ഏറ്റവും കൂടുതൽ ഗ്രോത്ത്. അപ്പോൾ ആ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഒരു പ്രോബ്ലം കാണുന്നില്ല. ഇവിടെ ഏറ്റവും വലിയ ഡെഫിസിറ്റ്, ഞാൻ ഒരു ഹംബിളായിട്ട് പറയണേ, ഞാൻ അതിൻ്റെ എതിരെ പറയല്ല, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ വിഷൻ, പൊളിറ്റിക്കൽ കേപ്പബിലിറ്റിൻ്റെ ഡെഫിസിറ്റാണ്. ഈ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ തലചൊറിയാ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കൊല്ലം അവർ അനൗൺസ് ചെയ്യുന്നു 1862 സ്കീം ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് അതേ കൊല്ലം അവർ ചെയ്യുന്നത് 140 സ്കീമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പണ്ട് കാലത്തെ ഒരു രാഷ്ട്രീയമാണ്, പണ്ട് കാലത്തെ ഒരു ഭരണമാണ്. എന്തും ചെയ്താൽ ജനങ്ങൾ ഒന്നും പറയില്ല. ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? മറ്റേ നഗരങ്ങൾ വികസിക്കുമ്പോൾ ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്ക് കുട്ടികൾക്കും അവസരങ്ങൾ വേണം, ഞങ്ങൾക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇവിടെയും വേണം, മാലിന്യം രഹിത നഗരം ഞങ്ങൾക്ക് വേണം. അതിനെല്ലാം ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടും അധ്വാനിക്കാനും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതെല്ലാം ചെയ്യാൻ കഴിയും, ആ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. You have a different leader who is going to be with credibility. We have to work, ക്ലാരിറ്റിയോടെ വർക്ക് ചെയ്യണം, ഓണർഷിപ്പ് വേണം. ഇത് 3 ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ രഘു, ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അതാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കൊരു അവസരം തരുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ എത്രയോ അവസരങ്ങൾ കൊടുത്തല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരൂ.
എന്നിട്ട് ഞങ്ങളെ ടെസ്റ്റ് ചെയ്യൂ 5 കൊല്ലം. ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പോലെ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും സഖാമാർക്ക് വോട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, നോ ഇഷ്യൂ. പക്ഷേ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യനെ ട്രാൻസ്ഫോം ചെയ്ത ആരാണ്? BJP NDA അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നന്നായി അറിയും, ഡെവലപ്മെന്റ് എന്താണ് നന്നായി അറിയും, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ചെയ്യാനൊരു ശൈലിയുണ്ട്, പ്രവർത്തിക്കാനൊരു ശൈലിയുണ്ട്. ഹാർഡ് വർക്ക് ഞങ്ങളുടെ DNA-യിലാണ്. ഇതെല്ലാം ഞങ്ങൾ മാറാത്തത്. ഇനി മാറുമെന്ന് പറഞ്ഞാൽ ഒരു സ്ലോഗനല്ല, ഈ ഭരണശൈലിയാണ് മാറ്റേണ്ടത്. വികസനം ഒരു ലക്ഷ്യമായിട്ട് കോർപ്പറേഷൻ്റെ ഭരിക്കുന്ന പാർട്ടി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങളത് ആത്മാർത്ഥമായി ചെയ്യും. ഞങ്ങൾക്കൊരു അവസരം തരൂ, എന്നിട്ട് ടെസ്റ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും വിളിച്ചോളൂ. ഗ്രേറ്റ് പ്ലാൻസ് ബട്ട് ഫെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ആ ഫെയിൽഡ് റിസൾട്ട്സ് ഞങ്ങൾ യൂത്ത് അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫെയിൽഡ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓണർഷിപ്പ് എടുക്കാനും ആൾക്കാരില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ വേറൊരു ടീമാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് അതിൻ്റെ ഗവർണൻസ് ഉണ്ടെങ്കിൽ അവർ പറയും മുമ്പത്തെ പാർട്ടിയുടെ ഫെയിലിയർ കൊണ്ടാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. ഇവിടെ ഒരു ഗ്രേറ്റ് ആയിട്ടൊരു ഹബ്ബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാലൻറ്റ്, ഇപ്പോൾ ChatGPT പോലെ ടാലൻറ്റ് പിന്നിലുള്ളത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. അതേ സെയിം എഫേർട്ട് ഇവിടെ പുട്ടിൻ ചെയ്താൽ നമുക്ക് ലീഡർ ആവാൻ സാധിക്കും. അടുത്ത 5 കൊല്ലം കേരളത്തിൽ ഇലക്ട്രോണിക്സ്, AI, ടൂറിസം എന്ന് പറഞ്ഞാൽ വെൽനെസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, ഈ 3 കാറ്റഗറിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ വിഴിഞ്ഞം പോർട്ടിനെ ഗേറ്റ്വേ പോർട്ടാക്കി നരേന്ദ്രമോദിജി ചെയ്യാൻ പോകുന്ന ക്വാഡ്രിപ്ലിംഗ് ഓഫ് ദ റെയിൽ ലൈൻ ആൻഡ് ഹൈവേ ബ്രോഡനിങ്, ഇത് കേരളത്തിന് ഒരു ഹൈലി കോമ്പറ്റിറ്റീവ്, ഹൈലി എഫിഷ്യൻറ്റ് ഇക്കണോമിക് ഹബ്ബാക്കി മാറ്റാം. കാരണം കേരളത്തിൻ്റെ ഈ ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഹിന്റർലാൻഡിൽ കണക്ട് ചെയ്താൽ റെയിൽവേ ലിങ്കും ആ പോർട്ടും വന്നാൽ ഇവിടെ എത്രയോ സാധ്യതയുണ്ട് ഈ 3 സെക്ടറിൽ. അപ്പോൾ അത് ഞങ്ങൾ ഇന്നിപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മാർച്ച് അസംബ്ലി ഇലക്ഷന് മുമ്പ് ഒരു കോംപ്രിഹെൻസീവ് 5-year വിഷൻ ഫോർ ട്രാൻസ്ഫോമിങ് കേരളാസ് ഇക്കോണമി ഞങ്ങൾ മുമ്പിൽ വയ്ക്കും, അവതരിപ്പിക്കും, ജനങ്ങളെ അറിയിപ്പിക്കും. ഒരു പ്രവാസി സംരംഭകനാണ്, BJPയുടെ സഹയാത്രികനും. ഏതാണ്ട് 1000-ഓളം നാടൻ പശുക്കളെ അറവുശാലയിൽ നിന്ന് സംരക്ഷിച്ചു വരുന്നു. പത്തനംതിട്ട ജില്ലക്കാരനായ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വേദി പങ്കിടുന്നത്. K കരുണാകരനും EK നയനാരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ ഇവിടെ ജനഹൃദയങ്ങളിലുണ്ട്. എന്നാൽ അവരുടെ ആശയങ്ങളോടോ അവരുടെ ഭരണത്തോടോ നിലപാടുകളോടോ എല്ലാം യോജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ 3 ഭരണകർത്താക്കളുടെയും എല്ലാ നല്ല വശങ്ങളും അങ്ങയിൽ കുടികൊള്ളുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലും വിശ്വാസത്തിലുമാണ് ഞങ്ങൾ പ്രവാസികൾ. ഒരു വലിയ ക്ലാപ്പ് അർഹിക്കുന്ന ഒരു സാറിനെ സംബന്ധിച്ച് കിട്ടാവുന്ന വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു സാർ. ഒപ്പം മോദിജിയുടെ ഗൈഡ് ലൈനും അനുഗ്രഹവും അങ്ങക്കുള്ളപ്പോൾ അങ്ങയുടെ വികസിത കേരളം എന്ന ആ സ്വപ്നം ഞങ്ങൾക്കൊരുപാട് പ്രതീക്ഷ നൽകുന്നു. ആ പ്രതീക്ഷ തെറ്റില്ലല്ലോ. നോക്കൂ, ഈ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്ക് തന്നെ വളരെ ഒരു ഡീപ്പ് ഫീലിംഗ് അല്ല. നോക്കൂ, ഈ വികസിത കേരളം ഞങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ഒരു മുദ്രാവാക്യമോ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ അല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് BJP NDA ഇതിൽ ഞങ്ങൾ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഞങ്ങൾ ചെയ്തു തരും. ഇതിനു വേണ്ടി എത്രയോ അധ്വാനിക്കണമെങ്കിൽ ഞങ്ങൾ അധ്വാനിക്കും. കാരണം ഇത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാടിനെ നന്നാക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ കൊല്ലമായിട്ട് നമ്മൾ ഈ വിവാദത്ത് രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വികസന രാഷ്ട്രീയം ചെയ്യണം. ഞങ്ങൾക്ക് വിവാദം ചെയ്യാൻ ഒരു താല്പര്യമില്ല.
ഇനി നമുക്ക് വേണ്ടത് ഒരു പുതിയ ഭാവി സൃഷ്ടിക്കുക, ഒരു വികസിത കേരള എന്നൊരു ഭാവി സൃഷ്ടിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ 100% അധ്വാനിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ഓരോരോ BJP എൻ്റെ സഹപ്രവർത്തകർ അങ്ങനെ അധ്വാനിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസും എനിക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം. തിരുവനന്തപുരത്തെ ആളുകളുടെ ഒരു പ്രതീക്ഷ അങ്ങയും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് വളരെ നല്ല ഇഴയെടുപ്പമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അങ്ങ് ഈ ചർച്ചയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ബ്ലൂ പ്രിന്റ് ആക്കും എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവർക്കൊക്കെ അറിയാനുള്ളൊരാഗ്രഹം, അങ്ങക്ക് ഇത്രയും ഇഴയെടുപ്പമുള്ള ശ്രീ നരേന്ദ്രമോദിജിയുടെ മുൻപിൽ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുൻപിൽ തിരുവനന്തപുരത്തിന്റെ ഈ ആവശ്യങ്ങൾ അങ്ങ് ഉന്നയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. 100%. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം റെഡിയാണ്. ഞങ്ങൾക്ക് ഭരിക്കാനൊരു അവസരം ജനങ്ങൾ തന്നാൽ ആദ്യത്തെ 45 ഡേയ്സ് ഇതുപോലെ ഡയലോഗ് വഴി ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അതിൻ്റെ ലോഞ്ചിന് വേണ്ടി നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ തിരുവനന്തപുരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അതുമാത്രമല്ല, ആ വിഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ 100%, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് 100% പിന്തുണ ഒരു ഡബിൾ എൻജിൻ സർക്കാരായിട്ട് അദ്ദേഹം തരും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭരണം അവസരം കിട്ടണം. അത് കിട്ടിയാൽ വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ 100% അധ്വാനിക്കും എന്ന് ഞാൻ ഉറപ്പ് ഇന്ന് തരുന്നു. ഭാരതത്തിന്റെ വികസനത്തിന്റെ ഐക്കോൺ, കേരളത്തിന്റെ വികസനത്തിന്റെ ഐക്കോണായി മാറിക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിക്ക് ഇത്തരം ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ ചർച്ചയുടെ വലിയൊരു ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഒരു കൗതുകരമായ ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക സർ. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങ് ഇപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങയുടെ ബാംഗ്ലൂരിലെ വീട്ടിനകത്ത് ഭാര്യയും മകനും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത്ര ദിവസം. അത് അങ്ങ് ചോദിച്ചു എന്താണ് ഈ ബോർഡ്? അപ്പൊ അങ്ങ് കൊടുത്ത മറുപടി, മക്കള് പറഞ്ഞ മറുപടി, അച്ഛൻ ഇത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്. ശരിയാണോ ആ കഥ? ശരിയാണ്. എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇത്. എൻ്റെ ഇപ്പോൾ ഏറ്റവും ഹൈ പ്രയോറിറ്റി, അതിപ്പോൾ അങ്ങനെ പബ്ലിക്കലിയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പ്രയോറിറ്റി ഈ വികസിത തിരുവനന്തപുരം, വികസിത കേരളം എന്ന ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ആവശ്യമല്ല, എൻ്റെ ഒരു ഫോണ്ട് വിഷ്. അത് ചെയ്തിട്ട് മാത്രമേ ഇനിയിപ്പോൾ ബാംഗ്ലൂരിനെ കുറിച്ച് എനിക്ക് വീട്ടിലെ കുറിച്ച് ചിന്തിക്കാൻ സമയമുള്ളൂ. ഞാനവിടെ പോകുമ്പോൾ കറക്റ്റാണ്, അവർ എന്നെ കാണുമ്പോൾ 152 ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ഒരു സൈൻ. 5 മാസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 152 ഡേയ്സിൻ്റെ ഒരു സൈൻ എൻ്റെ വൈഫും സണ്ണും മുമ്പോട്ട് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്ര ദിവസമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ അവരെ തിരുവനന്തപുരത്ത് ഇൻവൈറ്റ് ചെയ്തു. ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു നമ്മുടെ നാടിൻ്റെ ഭാവി ഏത് ഡയറക്ഷനിൽ പോകണമെന്ന്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഇന്നലെ നമ്മൾ കേട്ടില്ലേ, 8.2% ആണ് ഗ്രോത്ത്. എവിടെ ഏത് ലോകത്തിൽ ഒരു കൺട്രിയിലും കാണാത്തൊരു ഗ്രോത്താണ് ഇവിടെ. അപ്പോൾ നോക്കൂ, ഇതെല്ലാം നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവരണം, നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ഇത് എൻ്റെ നാടല്ലേ, നമ്മളെല്ലാവരുടെയും നാടല്ലേ, നമ്മുടെ നാട് നന്നാവണ്ടേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരുടെയും ലക്ഷ്യമാക്കണം. വികസനം ആയിരിക്കണം നമ്മളെ ഭാവി. നാട് ജയിക്കണം. ഒരു മനുഷ്യൻ വികസനം സാധ്യമാക്കാം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലിശമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ആക്രമിക്കുന്നതാണ് ഇവിടുത്തെ ശൈലി. പക്ഷെ അദ്ദേഹം പറയുന്നു, വികസനമാണ് എൻ്റെ ഭാഷ, വികസനമാണ് എൻ്റെ ശ്വാസം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.